ബിഗ് ബോസ് മലയാളം സീസൺ 6 അവസാനിക്കുമ്പോൾ വിജയ കിരീടം ചൂടിയത് ജിൻഡോയാണ്. എന്തുകൊണ്ടും ജിൻഡോയ്ക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം അല്ലെങ്കിൽ ആ ഒരു കപ്പ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അത് അർജുനും പറഞ്ഞിരുന്നു, ജിൻഡോ നല്ലൊരു ഗെയിമറാണ്. അതുകൂടാതെ നമുക്കും അറിയാം ജിൻഡോ ആദ്യം മുതലേ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച നല്ലൊരു ഗെയിമറാണ്. അത് പല മത്സരാർത്ഥികൾക്കും അതറിയാം. കുറച്ച് ആൾക്കാർക്കൊക്കെ ജിൻഡോയെ അത്ര ഇഷ്ടമല്ലായിരുന്നു, എങ്കിലും അവർക്ക് പുറത്തിറങ്ങിയപ്പോൾ ആ ഒരു ജിൻഡോയുടെ ആ ഒരു ഗെയിമിനെ പറ്റി വിലയിരുത്തുകയും അവർക്കത് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് കിട്ടേണ്ട ആ ഒരു ട്രോഫി അല്ലെങ്കിൽ കിട്ടേണ്ട ബിഗ് ബോസിൽ നിന്ന് കിട്ടേണ്ട അംഗീകാരം തന്നെയാണ് കിട്ടിയത്. ജിൻഡോ എന്തുകൊണ്ടും മികച്ച ഒരു ഗെയിമറാണ്, മികച്ച ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ആളാണ്. ബിഗ് ബോസ് വീട്ടിലുള്ള പല ആൾക്കാരും മണ്ടൻ, ഒന്നും അറിയാത്തവൻ എന്നൊക്കെ കളിയാക്കിയൊക്കെ സംസാരിച്ചെങ്കിലും അദ്ദേഹം അതിനൊന്നും വക വെക്കാതെ തന്നെ ഒറ്റയ്ക്ക് വീണ്ടും പൊരുതി ജയിച്ച് സ്വന്തം പ്രജ്ഞത്താലാണ് ഇവിടെ വരെ എത്തിയത്. എന്തായാലും ബിഗ് ബോസ് സീസൺ 6ൻ്റെ വിന്നറായി മാറിയിരിക്കുകയാണ് ജിൻഡോ. അർജുനെക്കുറിച്ച് പറയുവാണെങ്കിൽ അർജുനും ഒട്ടും മോശമൊന്നുമല്ല. ഈ ഒരു 2ാം സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാലും ഈ ഒരു ഫസ്റ്റ് കിട്ടിയതിന് തുല്യം തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി ഒരു സപ്പോർട്ട് ജിൻഡോയ്ക്ക് കൂടുതലുള്ളത് കൊണ്ട് ജിൻഡോയ്ക്ക് കപ്പ് ഉയർത്തുന്നു. അപ്പം ഈ 2ാം സ്ഥാനം എത്തുക എന്ന് പറഞ്ഞാലും മോശമൊന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ഈ അർജുനെ സംബന്ധിച്ച് ഈ ഓഡീഷനിൽ അർജുന് സെലക്ഷൻ ആയിട്ടുണ്ട്. ജിത്തു ജോസഫിൻ്റെ സിനിമയിൽ ആ ഒരു ചാൻസിൻ്റെ കാര്യം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാവരെയും ലാലേട്ടൻ പരിഗണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ പറയുവാണെങ്കിൽ സീസൺ 7ൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ലാലേട്ടൻ നടത്തിയില്ല, ജസ്റ്റ് ആ ഒരു സ്ക്രീനിൽ കാണിച്ചിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. എന്തായാലും സീസൺ 7 ഉണ്ട്. എന്തായാലും നമുക്ക് മറ്റൊരു ബിഗ് ബോസ് അപ്ഡേറ്റുമായിട്ട് കാണാം. തൽക്കാലം ബൈ.